ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഊണിനൊപ്പം സെർവ് ചെയ്യാവുന്ന വളരെ രുചികരമായ ഒരു കുമ്പളങ്ങ പാൽക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. കുമ്പളങ്ങ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ 700 ഗ്രാം വരുന്ന ഒരു കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊലിയും ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ ഇത്രയും സാധനങ്ങൾ കൂടി ആവശ്യമുണ്ട് കേട്ടോ. ഒരു മീഡിയം സൈസ് സവാള, ഒരു വലിയ തക്കാളി, 5 പച്ചമുളക്, 2 ചെറിയ കഷ്ണം ഇഞ്ചി, 10-12 എണ്ണത്തോളം ചെറുള്ളി, കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നാളികേരമാണ്. അരമുറി നാളികേരം ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 8 ടേബിൾ സ്പൂണോളം വരും. ഇനി ഇത് പിഴിഞ്ഞ് 1 കപ്പ് ഫസ്റ്റ് പാലും 3 കപ്പ് സെക്കൻഡ് പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കറിക്ക് വേണ്ടതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഇതുപോലെ ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചട്ടിയിലേക്ക് ആദ്യം കുമ്പളങ്ങ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ സവോളയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും തക്കാളിയും എല്ലാം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്നില്ലേ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെയുള്ള ചെറുള്ളിയും കുറച്ച് കറിവേപ്പിലയും നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് അവസാനം കാച്ചി ചേർക്കാനുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കണം. നേരത്തെ ഒരു 5 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയോ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ മുളക് പൊടി ചേർത്ത് കൊടുത്തോളൂ. ഇനി ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ തിരുമ്മി മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സാക്കി കഴിഞ്ഞാൽ ഇതൊന്ന് മൂടി വെച്ച് ഇനി ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂടി തുറന്ന് ഇതിലേക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. 3 കപ്പ് 2ാം പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇനി നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച് വരുന്നത് വരെ നമുക്ക് തീ ഒരു ഹൈ ഫ്ലെയിമിൽ ഇടാം കേട്ടോ. ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴേക്കും കറി ഇതുപോലെ ഒന്ന് തിളച്ച് വരും. ഈ സമയത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി മൂടി വെച്ച് കഷ്ണങ്ങളൊക്കെ വേവാവുന്നത് വരെ വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് സമയം ഇടയ്ക്കിടെ മൂടി തുറന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും കുമ്പളങ്ങയൊക്കെ നല്ലപോലെ വേവായിട്ട് വരും. ഈ സമയത്ത് ഉപ്പ് പോരായ്ക ഉണ്ടെങ്കിൽ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്തോളൂ. ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം മൂടി തുറന്ന് വെച്ച് 1-2 മിനിറ്റ് കൂടെ തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1ാം പാൽ ചേർക്കാം. 1ാം പാൽ ചേർത്ത ശേഷം അധിക സമയം ഇനി തിളപ്പിക്കേണ്ടതില്ല കേട്ടോ. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഉള്ളി കാച്ചി ചേർക്കണം. അതിനായി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ചെറുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളിയുടെ കളറൊക്കെ മാറി ഇതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനി കറിയിലേക്ക് ചേർക്കാം. ഇനി കറി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കുമ്പളങ്ങ പാൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. ഊണിനൊപ്പം കൂട്ടാൻ പറ്റിയ നല്ല രുചിയുള്ള ഒരു കറിയാണിത്. അപ്പോൾ ഇനി കുമ്പളങ്ങ കറി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു ടേസ്റ്റി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.